ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റമാണ്. ഇത് നമ്മുടെ 4 പോത്തുകൾ അവരെ മുറ്റത്ത് കൊണ്ട് കെട്ടി. നമുക്ക് വേറെ വഴിയില്ല, കാരണം ഷെഡിലൊക്കെ വെള്ളം ഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷെഡിനടിയിൽ മഴ പെയ്യുമ്പോൾ ഷെഡിനകത്ത് ഉറവെള്ളം എല്ലാം കൂടെ നിറയുക. അപ്പോൾ ഇതുങ്ങളെ നമുക്ക് എങ്ങും ഇടാൻ പറ്റുന്നില്ല. ഷെഡിൽ കൊണ്ട് കെട്ടുമ്പോൾ അവിടെ കിടന്ന് കരയും. അപ്പോൾ ഇവർക്ക് അറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ പറമ്പിൽ എവിടെയെങ്കിലും വിടുമ്പോൾ ഓടി ഇങ്ങോട്ടിങ്ങ് പോരുക. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ തന്നെ കിടത്തി എല്ലാത്തിനെയും, പറ്റുന്ന എല്ലാത്തിനെയും അടുപ്പിച്ച് അടുത്തടുത്ത് വീടിനോട് ചേർത്ത്. പട്ടികളെയൊക്കെ കുറച്ചും കൂടെ എന്താ പറഞ്ഞാൽ, അതായത് ഒരു ആവശ്യം വന്നാൽ ഓടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന പോലെ ആക്കിയേക്കുന്നത്. അറിയത്തില്ല എന്താ, നമുക്കറിയത്തില്ല. ഇന്നും കൂടെ ഭയങ്കര മഴയായിരിക്കും എന്നാ കേട്ടെ. ഓ, അതൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്താ, ഞാൻ നാട് വിട്ടു പോവാ. അപ്പോൾ നമ്മുടെ പോത്തന്മാർ അവിടെയാണ് ഉള്ളത്. പക്ഷേ നമ്മുടെ പശുക്കൾ ഇത് 4 എണ്ണം. വീഡിയോ എടുക്കാൻ അന്നേരം മൂത്രം ഒഴിക്കാൻ പറ്റുന്നതാണ്. ഒരു സെക്കൻഡ് വെയിറ്റ്. അതേ കിടക്കുന്ന 2 പേര്, പശുക്കൾ 2 പേര്. പിന്നെ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ആ പ്രവർത്തനം ഓർത്തോ. താങ്കൾ ഇപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ദയവായി നിർത്തുക. ആ സൈഡിൽ അച്ചാച്ചി, ഈ സൈഡിലെ ലൈറ്റ് ഇട്ടേ അച്ചാച്ചി, ഈ സൈഡിലെ ലൈറ്റ് ഇട്ടേ. അപ്പോൾ സിറ്റ് ഔട്ടിൽ തന്നെ നമ്മുടെ പറ്റുന്നതിൻ്റെ അത്രയും പോത്തും പശുവുണ്ട്. 2 എണ്ണം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അവരും ഇവിടെ തന്നെയാണ്. എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് ഈ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ. എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ടാർപ്പ് വലിച്ച് കെട്ടിയെന്ന് പറഞ്ഞാലും ഈ മണ്ണിൻ്റെ അടിയിൽ കൂടെ വെള്ളം പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലെല്ലാം ഉറവ് പോലെ പൊട്ടി ഇങ്ങനെ വരിക. കെട്ടിയിടാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ഒരു കർഷകൻ്റെ പശു 14 എണ്ണമാണ്. അത് കെട്ടുമൂട്ടി കിടന്ന് അങ്ങനെ ആയി പോയില്ലേ. എന്നോട് കുഴപ്പമില്ല. അതിനെ കെട്ടിയിട്ടിട്ടില്ല. അല്ല, എങ്ങോട്ടാ? ഒന്നും തിന്നാൻ എടുത്തില്ല ഇവിടെ. തെന്നി വീഴരുത്. അച്ചാച്ചിക്ക് സന്തോഷമായി. ഏതായാലും പഴമൊക്കെ കൊടുത്ത് തൊട്ടടുത്ത അച്ചാച്ചൻ്റെ പിള്ളേരുള്ളത്. അടുത്ത ആള് പടയെ പോ. എന്താ, ഇപ്പോഴാ വീടായി. ശരിയാ. ഇവിടെ ആകുമ്പോൾ പേടിക്കണ്ടല്ലോ, ധൈര്യമായിട്ട് കിടന്നു. രാവിലെ ജനലിൽ കൂടെ എന്നെ വിളിച്ചേക്കില്ല കേട്ടോ. അപ്പോഴെന്താ വെച്ചാൽ, നമ്മൾ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്ന തോട്ടിൽ നിന്നല്ലായിരുന്നോ. ഇവരിവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്ന തോട്ടിൽ നിന്നല്ലായിരുന്നു. അപ്പോൾ തോട്ടിലെ വെള്ളം മണ്ണ് കയറിയിട്ട് ഓസ് അടഞ്ഞു പോയി. അപ്പോൾ നമുക്ക് കുടിവെള്ളത്തിന് നല്ല ബുദ്ധിമുട്ട്. മോട്ടറെല്ലാം മണ്ണ് കയറി അടിച്ചൊലിച്ചു പോയി. അപ്പോൾ കുഞ്ഞാവ എണ്ണാണെങ്കിൽ കൂടെ രാത്രി ഇപ്പോൾ 10 സമയമായി. അവർ ലൈറ്റും അടിച്ചുകൊണ്ട് മഴ തോരാൻ നിന്നാൽ മഴയോടുകൂടി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വെള്ളമൊക്കെ ചാടുന്നില്ല. അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ തോട്ടിലോട്ട് പോയേക്കുവാണ് ആ വെള്ളം ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. വേറെ വഴിയില്ലാത്തതുകൊണ്ടല്ലേ. ഇതുങ്ങൾക്കെല്ലാം വെള്ളം കിട്ടണ്ടേ, കോഴിക്കൊക്കെ സമയത്ത് വെള്ളം കിട്ടണ്ടല്ലേ. കോഴിയുടെയൊക്കെ കാര്യം വലിയ കഷ്ടമാണ്. ഞാൻ നേരം വെളുക്കട്ടെ, കുറച്ച് കഴിയട്ടെ, പറയാം. ഞാൻ ഒത്തിരി ഉണ്ട് പറയാൻ, കുറേ സംഭവിച്ചിട്ടുണ്ട് മഴയായിട്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. രാവിലെ തന്നെ മഴ പെയ്തും തോർന്നും ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും കൂടെ നല്ല മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥ റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ടുകളല്ല, അല്ലാണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും അല്ല നിൽക്കുന്നതെന്ന് നമുക്കറിയാം കാലാവസ്ഥയുടെ കാര്യം. അതൊക്കെ പുറത്തിരുന്ന ഒരു വീഡിയോ ചെയ്യൽ നടക്കൂല, കാരണം അത്രയ്ക്കും വെള്ളത്തിൻ്റെ ഒച്ചയാണ്. ഒന്ന് മഴ, 2 പുറത്തെ നമ്മുടെ തോട്ടിലെ വെള്ളത്തിൻ്റെ ആ ഒച്ചയുണ്ടല്ലോ, അത് പുതിയ കുറേ വെള്ളച്ചാട്ടങ്ങളും വെള്ളമൊക്കെ ഉണ്ടല്ലോ, എല്ലാം അതിൻ്റെ ഒച്ച ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു ആദ്യത്തെ എക്സ്പീരിയൻസാണ്. നമ്മൾ പല സ്ഥലങ്ങൾ, നമുക്കിങ്ങനെ പുഴയൊക്കെ അടുത്തുണ്ട്, അതായത് നമ്മുടെ ആറൊക്കെ നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ കക്കാട്ടാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരിക്കലും നമുക്ക് ആറ്റിൽ നിന്ന് വെള്ളം കയറുമോ അല്ലെങ്കിൽ തോട്ടിൽ നിന്ന് കുത്തൊലിച്ച് വെള്ളം വരുമോ അങ്ങനെയൊന്നും ഇത്രയും കാലത്തിനിടയ്ക്ക് നമുക്കുണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് ഇതുവരെ വെള്ളം കയറിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് മഴ കൊണ്ടൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞിട്ട് അത് നമുക്ക് ഒരിക്കലും ഉണ്ടാകില്ല എന്ന് കരുതി മുന്നോട്ട് ഒരിക്കലും പോരുത്. ഏത് നിമിഷവും സംഭവിക്കാം. നമ്മുടെ വലിയ ഷെഡില്ലേ, വലിയ ഫാം, അത് ഇപ്പോൾ 19
19 വർഷത്തോളം ആയി. ഈ 19 വർഷം ഇതിന് യാതൊരു കുഴപ്പമോ ഒരു വെള്ളം കയറല അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അതായത് ഏകദേശം 19 വർഷത്തോളമായി നമ്മുടെ ആ വലിയ ഫാം പണിഞ്ഞിട്ട്. ഇന്നലെ വെള്ളം കയറി കിടക്കുന്ന നിങ്ങൾ കണ്ടില്ലേ. ഇന്ന് വരെ നമുക്ക് അതിൽ വെള്ളം കൊണ്ടുള്ളൊരു പ്രശ്നം, മഴക്കാലത്തുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നേരത്തെ ആസ്പെറ്റോസ് ഷീറ്റ് ഇട്ടിരുന്നത് നമ്മുടെ തെങ്ങിൻ്റെയൊക്കെ തടിയില്ലേ, ഇത് തടി മുറിച്ചിട്ടിട്ട് അതേലായിരുന്നു ഷീറ്റ് ഇട്ടിരുന്നത്. അത് മാറ്റി നമ്മളിപ്പം മറ്റേ ജെ പൈപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ തെങ്ങിൻ്റെയൊക്കെ പലകയുള്ള സമയത്ത് ചെറിയ ചോർച്ചകളുണ്ടാവും ജോയിൻറ്റിൻ്റെ അവിടെ. അത് സ്വാഭാവികമായിട്ടുണ്ടാകും. നമ്മൾ കമ്പ്യൂട്ടർ കുത്തു കൊടുക്കുകയോ അല്ലെ അത് ആംഗിളൊന്ന് ശരിയാക്കുകയോ ചെയ്യുമ്പോൾ മാറുമായിരുന്നു. അല്ലാണ്ട് ഇതിനുള്ളിൽ വെള്ളം കയറുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇത് പണിതേ പിന്നെ ഇത് ആദ്യമായിട്ടാണ്. ചെറുതായിട്ടൊക്കെ കയ്യാലകളല്ലേ ഈടിയൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പോകാറുണ്ട് വെള്ളം കുതിർന്നിരുന്നിട്ട്. അത് സ്വാഭാവികമായിട്ട് നമ്മൾ വെള്ളം വീഴുമ്പം നമ്മൾ നല്ല രീതിയിൽ കെട്ടിയത് അല്ലെങ്കിൽ പോകാറുണ്ട്. അല്ലാണ്ട് ഇങ്ങനെയൊരു അനുഭവം ഞങ്ങൾക്കെന്നല്ല ഇവിടെ ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്കിത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, നമ്മളൊരു കുന്നിൻ്റെ മേലെയാണ് ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെ വെള്ളം കയറി എന്നാണ് എല്ലാവരുടെയും സംശയം. കാരണം നമ്മൾ ആറ്റുതീരത്തൊക്കെ വെള്ളം കയറുന്നുണ്ട്. ഇവിടെ എല്ലാ വീടുകളും അടുത്ത ആറ്റുതീരം ഉള്ളിടത്തെല്ലാം വെള്ളം എത്തി. പക്ഷെ നമുക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് എല്ലാം മണ്ണിൻ്റെ അടിയിൽ നിന്ന് പെട്ടെന്ന് ഒരു ഉറവ് പോലെ പൊട്ടിയിട്ട് ഈ വെള്ളം മേളിലോട്ടേക്ക് അങ്ങ് ചീറ്റുക. നല്ല രീതിയിൽ വെള്ളം ഇങ്ങനെ വരിക. അതാണ് ഒരു വലിയ പ്രശ്നമായിട്ടിരിക്കുന്നത്. പിന്നത്തേന്ന് പറഞ്ഞാൽ പ്രശ്നം കാറ്റടിക്കുമ്പോഴാണ് നമുക്ക്, അതായത് നമ്മുടെ കോഴിയുണ്ടല്ലോ, മുട്ടക്കോഴികൾ, അവർ കൂട്ടിൽ ആന്ന് പറഞ്ഞാലും ഈ കാറ്റടിക്കുമ്പോഴത്തേക്ക് വെള്ളം ഭയങ്കരമായിട്ട് അടിച്ചു കയറും. ഇതുങ്ങൾക്കൊരു ശകലം വെള്ളം ദേഹത്ത് വീണാൽ മതി, പനി, എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ പറയും കോഴികൾ തൂങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്താവുമെന്ന് നമുക്കറിയത്തില്ല. കോഴിക്കൊക്കെ വെള്ളം വീണതിൻ്റെ അതായത് അതുങ്ങൾ തറയിലല്ല നിൽക്കുന്നത്, പൊക്കത്തിൽ ഹൈറ്റൊക്കെ കൂട്ടിലാണ് നിൽക്കുന്നത്. കുറച്ച് കോഴികളേ ഉള്ളൂ തറയിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ മഴവെള്ളം ഇങ്ങനെ അടിച്ചു കയറുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു മഴയും ഒരു കാറ്റുമൊന്നും. ഇപ്പം നമ്മൾ മറ്റേ ഗ്രീൻ നെറ്റൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ അടിച്ച് തെറിച്ചുകൊണ്ടാണ് കാറ്റ് വീശിയതുമല്ല. അപ്പോൾ കോഴികളൊക്കെ തൂങ്ങി നിൽക്കുന്നു. അറിയത്തില്ല, ഇന്ന് രാവിലെ ആയിട്ട് കോഴിക്കൂട്ടിലോട്ട് കയറി പോയിട്ടില്ല. സത്യം പറഞ്ഞാൽ പോകാനുള്ള ധൈര്യമില്ല. അതുപോലെ എന്താ പറയാനാ, പറമ്പും ഷെഡിൻ്റെ മുകൾ ഭാഗവും ആസ്പെറ്റോസ് ഷീറ്റ്, നമുക്ക് കൊച്ചു ഷെഡ് ഫാമുമായിട്ടൊക്കെ അല്ലേ എല്ലാമായിട്ട്. ഏതായാലും ഭാഗ്യം കൊണ്ടാണ് എനിക്കാണെങ്കിൽ മറ്റേ ആ കർഷകനുണ്ടല്ലോ 14 പശു കെട്ടുമൂട്ടിൽ കിടന്ന് മരിച്ചു. എനിക്ക് പുള്ളീൻ്റെ ആ ഒരു കരച്ചിൽ ഇങ്ങനെ എൻ്റെ ചെവിയിൽ ഇങ്ങനെ നിൽക്കുക. എന്തോ ഭാഗ്യം കൊണ്ടാണ് നമ്മൾ ആ വെളുപ്പിനത്തെ മഴയത്ത് ആ ഷെഡിൽ പോയി നോക്കിയത്. നമ്മൾ ഷെഡിൻ്റെ സൈഡ് പൊട്ടിച്ചു വിടുക ചെയ്തത്, വെള്ളം ഫുള്ള് ഒലിച്ചു പോകാൻ വേണ്ടിയിട്ട്. നിറഞ്ഞു നിൽക്കില്ല. നമ്മൾ കെട്ടിയിട്ടിട്ട് ആ നിങ്ങൾ കിടന്ന് കരഞ്ഞ സമയത്ത് കയറിപ്പോയി നോക്കിയില്ലായിരുന്നെങ്കിൽ എല്ലാം പോയിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മുടെ പോത്തും പശുക്കളും ഒക്കെ ഉണ്ടല്ലോ, സാധാരണ നമ്മുടെ പോത്തന്മാർ പറമ്പിൽ കെട്ടിക്കഴിഞ്ഞാൽ രാത്രി നമ്മൾ അഴിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. മഴയത്തൊന്നും ഒരു പ്രശ്നമില്ല. അവന്മാരവിടെ സുഖമായിട്ട് കിടക്കും, നനഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് നനഞ്ഞ് കിടക്കാൻ. പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ ഇവർ കിടന്ന് കരയുക, ഇവർ കിടക്കത്തില്ല, ഇവർക്ക് പേടിയാണ്. എവിടെയെങ്കിലുമൊക്കെ ചുറ്റിപ്പറ്റി നമ്മളുള്ള സ്ഥലത്ത് വന്ന് നിൽക്കുക. അപ്പോൾ മൃഗങ്ങൾക്ക് അറിയാമെന്ന് പറയത്തില്ലേ, നമ്മൾ ഈ എന്തെങ്കിലും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം ഓർക്കുമ്പോൾ ഓരോ റാന്നിയിലൊക്കെ അവസ്ഥ, നമ്മളെന്നും ജാനുവിനെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്നത് റാന്നിയിലും കോഴഞ്ചേരിയിലുമായിട്ടല്ലേ. ജാനുവിൻ്റെ ആശുപത്രിയിലൊക്കെ നല്ലപോലെ വെള്ളം കയറി. അതായത് പോകുന്ന വഴി ഫുള്ള് ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് 2 ദിവസമായിട്ട് അവളെ ആശുപത്രിയിലും കൊണ്ടുപോയിട്ടില്ല. അവളുടെ കാര്യം എന്താവുന്ന ഒരു പിടിയില്ല. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയൊരു സാഹചര്യമല്ല. ഇവിടെ അടുത്ത ആശുപത്രി കൊണ്ടുപോയെന്ന് പറഞ്ഞാലും അവിടെ മരുന്ന് വരുത്തിക്കാണ്ട് ഇവൾക്ക് റെഗുലറായിട്ട് കൊടുക്കുന്ന മരുന്ന് അവൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ പല രീതിയിലാണ് ബാധിച്ചേക്കുന്നത്. അതിലും ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് കോണ്ടാക്ട് ചെയ്തു. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും അല്ലാണ്ടും അറിയാവുന്നവരും എല്ലാം വിളിച്ച് വാർത്തയിൽ എന്തെങ്കിലും പത്തനംതിട്ട ജില്ലയെന്നോ സീതത്തോടെന്നോ കേൾക്കുമ്പോഴത്തേക്ക് വിളിക്കും, സേഫാണോ. സത്യം പറഞ്ഞാൽ ഇത്രയും പേരൊക്കെ നമ്മളെ അന്വേഷിക്കാനുണ്ടെന്ന് പറയുന്നത് തന്നെ ഒരുപാട് സന്തോഷം. പക്ഷേ അതിനപ്പുറത്തേക്ക് എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ 160ഓളം ഉണ്ടായിരുന്നു നമ്മുടെ താറാമുട്ടയും കുഞ്ഞുങ്ങളും കൂടെ. അത് അതൊരു വലിയ ലോസാണ്. ലോസെന്ന് പറഞ്ഞാൽ ജീവനല്ലേ പോയത്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും ഉണ്ട്. പറമ്പിലെ കയ്യാലകളൊക്കെ ഇങ്ങനെ കുതിർന്നിരിക്കുക, ചവിട്ടിയ ഇടിഞ്ഞു വീഴുന്ന പോലെ. കാരണം വെള്ളം ഇങ്ങനെ ഇതായിട്ട് കിടക്കുമല്ലേ.
വെള്ളച്ചാട്ടവും ഭയങ്കര ശക്തിയായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ വെള്ളച്ചാട്ടത്തിൻ്റെ മേളിൽ നിന്ന് വല്ല ഇപ്പോൾ കല്ലുരുണ്ട് വരലോ അല്ലെ അങ്ങനെയൊന്നും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അത് ഇത്തവണയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ പറമ്പിൽ, നമ്മുടെ പറമ്പ് മാത്രമല്ല, നമ്മുടെ പറമ്പ് ഷെഡുകളൊക്കെ ഉള്ളതെന്നറിയാം, അടുത്തടുത്ത പറമ്പുകളിലെല്ലാം കാണുന്നുണ്ട് അടി വെള്ളം പൊട്ടി. അതായത് നമ്മൾ നോക്കുമ്പം ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ശക്തമായിട്ട് മേളിലോട്ട് വന്നുകൊണ്ടിരിക്കുക. ഒഴുകി വരുമല്ല, അടിയിൽ നിന്ന് വെള്ളം പൊട്ടിയിട്ട് പിന്നെ ഇതിങ്ങനെ അങ്ങോട്ട് ഒഴുകി പോകുന്നതായിട്ട്. നമ്മുടെ ആ മുറ്റത്തെ വെള്ളമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ല, അതൊക്കെ അങ്ങനെ തന്നെയുണ്ട്, ഒരു മാറ്റവും ഇല്ല. നല്ല പോലെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ്. മഴ ഇപ്പോൾ തൽക്കാലം ഒന്ന് തോർന്നിട്ടുണ്ട്. എൻ്റെ കോഴിയുടെ കാര്യം എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും കോഴികളില്ലേ, ഇത്രയും കോഴികൾ എന്തെങ്കിലും അറിയത്തില്ല, കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട്. 2018 ആ വെള്ളപ്പൊക്ക സമയത്ത് പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ, നമ്മുടെ അച്ചാച്ചിക്ക് കുറേ ആടുണ്ടായിരുന്നു. ആടിന് പെട്ടെന്ന് തളർന്ന് വീഴുന്നൊരു അസുഖം. പക്ഷേ ആശുപത്രിയിൽ പോയി മരുന്ന് മേടിക്കുക എന്ന് പറഞ്ഞാൽ വണ്ടി വിളിച്ച് കൊണ്ടുപോകണമെങ്കിൽ ആശുപത്രി ഇരിക്കുന്നത് വെള്ളത്തിലായിരുന്നു ആ സമയത്ത്. അങ്ങനെ അച്ചാച്ചിയുടെ കുറേ ആടുകൾ, ജമുനാപ്യാരി ആടുകൾ ആ സമയത്ത് ചത്തുപോയായിരുന്നു. അത് നമുക്കിവിടെ മഴയോ വെള്ളം ഉള്ളതിൻ്റെ പ്രശ്നത്തിലല്ല, പക്ഷേ എന്തോ പെട്ടെന്ന് അസുഖങ്ങൾ വന്നു, എല്ലാത്തിനും വന്നു. കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാനോ വിളിക്കാനോ പറ്റിയ ഒരു സാഹചര്യമല്ലായിരുന്നു. കൊണ്ട് കാണിക്കണ ആശുപത്രി വേണ്ടേ, ആശുപത്രി വെള്ളത്തിലായിപ്പോയി. അങ്ങനെ കുറേ നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു. നഷ്ടം നമ്മൾ സാമ്പത്തിക നഷ്ടമല്ലെന്നേ, മാനസികമായി നമുക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടും ജീവനുള്ളതല്ലേ. ഞാൻ ഓർക്കുമായിരുന്നു, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് ഇവിടുന്ന് മനുഷ്യരെല്ലാം രക്ഷപ്പെട്ടോ എന്നൊരു ഓപ്ഷൻ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് അറിഞ്ഞുകൂടെ എനിക്ക് പറയാൻ. കാരണം വാർത്തയൊക്കെ വെക്കുമ്പോഴത്തേക്കോ ആൾക്കാരെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ കൊണ്ടുപോകുന്നത് കാണാം. പക്ഷെ നമുക്കങ്ങനെ വെള്ളം ആറ്റിന്ന് വന്ന് കയറുകയില്ല. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം, രാത്രി ഉറങ്ങാനൊക്കെ ടെൻഷനാണ്. എന്താണെന്നറിയാമോ, നമ്മുടെ പട്ടികൾ ഉള്ളിൽ കെട്ടിയിട്ടിട്ടില്ല, പക്ഷെ വലിയ അറിയാമല്ലോ, ഷെഡ് പോലെയുള്ള ഷെഡിനകത്താണ്. എന്തെങ്കിലും പറ്റിപ്പോവോ, എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഇതുങ്ങൾക്ക് ഇറങ്ങി ഓടാൻ പറ്റത്തില്ല. നമുക്ക് ഇത്രയും പട്ടികളുള്ളതല്ലേ, എല്ലാത്തിനും കൂടെ അഴിച്ചു വിടാനും പറ്റത്തില്ല. കാരണം വേലി ചാടി പോകുന്ന പട്ടികളുണ്ട്. ഇവന്മാർ വേലി ചാടിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മഴ ഇന്നങ്ങ് മാറും, പക്ഷേ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പിന്നെ പലയിടത്തുനിന്ന് നമ്മൾ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന പട്ടികളില്ലേ, അവർ തമ്മിൽ കടിയുണ്ടാവും അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും ഇങ്ങനെ അഴിച്ചു വിടാനും പറ്റില്ല. ഞാനൊക്കെ അങ്ങനെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ആരെയൊക്കെ ഞാൻ എന്തോ ചെയ്യും. എനിക്കതേപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാനതിൽ എൻ്റെ സ്വന്തം കാര്യം നോക്കി ഒരിക്കലും പോകില്ല. എനിക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ പോയാൽ എല്ലാവരെയും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ പോകില്ല. എനിക്ക് പറ്റത്തില്ല. മനുഷ്യന്മാർക്ക് ഒച്ചയുണ്ട്, അവർക്ക് വേണ്ടത് അവർക്ക് പറയാം, അവരെ രക്ഷിക്കാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഈ പിള്ളേരെ ഒന്നും കളഞ്ഞിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല. ദൈവമേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ പെട്ടെന്ന് അതാ ഓർക്കുന്നത്, എനിക്ക് ഈ ആൾക്കാരൊക്കെ വെള്ളം കയറി പോയിടുന്നതൊക്കെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന വീടുകളിലും കാണത്തില്ലേ, പട്ടി, പൂച്ച, കോഴി, ഇതെല്ലാം നിമിഷ നേരം കൊണ്ടല്ലേ മഴ പെയ്തതും വെള്ളം പൊങ്ങിയതും എല്ലാം. ഇവർക്കൊന്നും ആരെയും ഒന്ന് രക്ഷിക്കാനോ മാറ്റാനോ ഒന്നും പറ്റിയിട്ടുണ്ടാവത്തില്ല. നമ്മളൊക്കെ മനുഷ്യൻ്റെ കാര്യം പറയുന്നത്, നാട്ടിലും തെരുവിലും ഒക്കെ എന്തും വേണ്ടി ജീവജാലങ്ങളുണ്ടൊക്കെ പോയി കാണത്തില്ല. എന്തു പെട്ടെന്ന് ഈ വർഷം ശരിക്കും പറഞ്ഞാൽ മഴയില്ല, എല്ലാം കഴിഞ്ഞു എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു. മഴ തീർന്നു, അടുത്ത ഓണം വരാൻ പോകുന്നുണ്ടെന്ന്. ഓണത്തിന് വേണ്ടി എടുത്തു വെച്ച സ്റ്റോക്ക്, തുണികൾ, ആൾക്കാരുടെ അത് ഇത് എല്ലാം ഇനി നമ്മുടെ ആ വലിയ ഷെഡ് മൊത്തം കാരണം അതിനകത്ത് കുറേ കോഴിവളമൊക്കെ ഇരിപ്പുണ്ട്, ചാക്കി കെട്ടിക്കണ്ടിട്ടില്ലേ, കോഴിവളമോ സാധനങ്ങൾ. അതൊക്കെ ഇനി ഏത് കാലത്ത് വെയിൽ വന്നിട്ട് ഉണങ്ങാൻ, അതെങ്ങനെ കൊണ്ട് എന്ത് ചെയ്യും, ഒരു പിടിയില്ല. അത് മൊത്തം ഇനി ക്ലീൻ ചെയ്യണമെങ്കിൽ അതൊരു വലിയ പണിയാണ്. അത് ഫുള്ള് ക്ലീൻ ചെയ്ത് അതിൻ്റെ തറയെല്ലാം ഇനി ശരിയാക്കണം. പുറവശത്തു നിന്ന് മണ്ണെല്ലാം എടുത്ത് മാറ്റണം. ഇറ്റാച്ചി വല്ലതും വിളിച്ചാൽ മണ്ണും പുറവശവും മൊത്തം എടുത്ത് മാറ്റണം. എന്തായാലും നോക്കാം. അടുത്ത വലിയ മഴ വരുന്നുണ്ട്. മഴ പെയ്യും നിൽക്കും ഇത് തന്നെ കിടുക. അപ്പോൾ മഴ പെയ്യും നിൽക്കും, ഇത് തന്നെയാണ് പരിപാടി. അപ്പോൾ നമുക്ക് എന്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യം. മലപ്പുറത്താന്ന് പറഞ്ഞാലും മണിയമ്മയും അമ്മ ഒറ്റയ്ക്കാണ്. അവിടെ പിന്നെ മഴ തോരുന്നില്ലെന്ന് പറഞ്ഞാലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു, സേഫാണ്. നമ്മൾ വിളിക്കും, അറിയാവുന്നവരോടൊക്കെ നമ്മളും വിളിച്ച് അന്വേഷിക്കാറുണ്ട് അവിടെ സേഫാണോ എന്താണെന്നുള്ളത്. ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചു, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതുപോലും പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്കൊക്കെ അടുത്തോ അല്ലെ പരിചയത്തിലോ ഒക്കെ നാട്ടിൽ വെള്ളം കയറിയ വീടുകളുണ്ടെങ്കിൽ പോയിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കുക, പറ്റുന്നവരൊക്കെ. നമുക്കെന്ന് പറഞ്ഞാൽ എന്തൊരു ഞാൻ മുറ്റത്തെല്ലാം കൊണ്ടല്ലേ പശുവിനെ പോത്തിനെ കിട്ടി, ചാണകവും മൂത്രവും എല്ലാം അവിടെയാണ്. നമ്മൾ ഈ സമയത്ത് വൃത്തിയും കാര്യവും സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലേ, നമുക്കതുങ്ങളുടെ ജീവനാണ് വലുത്.
എൻ്റെ പട്ടികളെ കൂടെ കൊണ്ടുവന്ന് മുറ്റത്ത് നിർത്താൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ പിന്നാലെ ഞാൻ എൻ്റെ കോഴികളെ കൂടെ കൊണ്ടുവന്നെങ്കിൽ. എന്തായാലും നോക്കാം. ഇന്നും കൂടെ കാണുകയുള്ളൂ മഴയെന്ന് പ്രതീക്ഷിച്ച്. വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന്. ഏതായാലും എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതേ ഉള്ളൂ, പ്രാർത്ഥിക്കുക. അപ്പോൾ നോക്കാം. നമുക്ക് മുട്ടയും കൊണ്ട് പോകണം. നമ്മൾ മുട്ട കൊടുത്തിട്ട് വേണം നമ്മൾ കോഴിക്ക് തീറ്റ എടുക്കാൻ. മാത്രമല്ല കച്ചവടമുള്ള കടകൾ മുട്ടയ്ക്ക് വിളിക്കും. നമ്മൾ കൊടുക്കാണ്ട് നമുക്ക് വേറെ വഴിയില്ല. അങ്ങനെ ഇവിടെ വെച്ചേക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ മഴ തോരുന്ന പാടെ ഞാനും അണ്ണാണിയും കൂടെ സ്കൂട്ടിക്ക് കൊണ്ട് കൊടുക്കും. കാരണം പലയിടത്തും കാറ് കയറത്തില്ല, മണ്ണിടിഞ്ഞൊക്കെ കിടക്കുന്നതുകൊണ്ട് കാറും കൊണ്ട് പോകുന്ന റിസ്ക്കാണ്. സ്കൂട്ടിയാണ് എങ്ങനെയും ഉരുട്ടിക്കൊണ്ട് വരാം. എല്ലാം റിസ്ക്കാണ്. ഏതായാലും നമുക്ക് നോക്കാം. ഞങ്ങളെന്നാൽ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോട്ടെ. ശരി. മഴയൊക്കെ തോർന്നു. പക്ഷെ നമ്മുടെ മുറ്റത്തെ വെള്ളം കണ്ടോ? അത് തൽക്കാലം തോർന്നേ ഉള്ളൂ കേട്ടോ. രാത്രി മൊത്തം വെള്ളമായിരുന്നു. പൊക്കത്തു നല്ല നോക്കി ഉറവ പോലെ അടിയുന്ന വരുന്നത്. മണ്ണിടിഞ്ഞിട്ടുണ്ട് കണ്ടോ? നോക്കിയേ, ഇത് നമ്മുടെ വലിയ ഷെഡിൻ്റെ അടിയിൽ നിന്നാണ് വരുന്നത് കേട്ടോ ഈ വെള്ളം. ഞങ്ങൾ മുട്ടയും കൊണ്ട് പോവുകയാണ്. അപ്പം കാറ് പോകില്ല, പലയിടത്തും വെള്ളമാണ്. സ്കൂട്ടിയിൽ വെച്ചിട്ട് കുറച്ച് നടന്ന് നമ്മൾ കൊണ്ട് കൊടുക്കണം. അപ്പം അണ്ണാണി ഒറ്റയ്ക്ക് വിടാൻ എനിക്കൊരു പേടി. അണ്ണാണി ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് പേടി. എന്താ എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ കൈസഹായത്തിന് ഒരാൾ വേണ്ടേ, ആരോഗ്യമുള്ള എന്നെ പോലെ. അപ്പോൾ കുറച്ച് മുട്ട ഇതിൻ്റെ മുന്നിലുണ്ട്. അമ്മയ്ക്ക് ചിരിയൊന്നും വരുന്നില്ല. ഓടുന്നു. വെള്ളം ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ. ആ അതുകൊണ്ട് തന്നെയാ. അങ്ങോട്ടേക്ക് നോക്കുക, പാറപ്പുറത്തേക്ക് നോക്കൂ. അവിടെ ഒരു താരം പോസ് ചെയ്യുന്നതെന്ന്. എനിക്ക് വെള്ളപ്പൊക്കം സ്നേഹവും വരും. വെള്ളം കയറിയോ? ആ നാട്ടിലെ വെള്ളം നോക്കും. ഇവിടെ കയറിട്ടിറങ്ങി അങ്ങോട്ടോ. മഴ നിന്നുണ്ടോ അല്ലേ? നിന്നിട്ടൊരു വെയിറ്റോടെ തീരെ. ഇല്ലല്ലോ. കേറിയില്ല ചന്ദ്രന്. ഹലോ ഉഷേ, പച്ചത്തലയോ? ഒറ്റക്കേ ഉള്ളൂ. എങ്ങടാണ് സ്ഥിരമാണെന്ന് നമുക്ക് പറയാവാ. കേട്ടോ വെള്ളം തിരക്കുമ്പോൾ കൊടുക്കോ എവിടാ ഇടിഞ്ഞോട്ടോ മതിലടിച്ചോട്ടോ പറഞ്ഞേ.